എക്സാം കാപ്സ്യൂൾ. സെറ്റ് പരീക്ഷയുടെ ജനറൽ പേപ്പറിന്റെ ഭാഗമായ കറന്റ് അഫയേഴ്സ് വിഭാഗത്തിലെ കൂടുതൽ മുൻകാല ചോദ്യോത്തരങ്ങൾ വിശദമാക്കുന്നു പറയഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനും കരിയർ വിദഗ്ധനുമായ ഫിറോസ് പെരിങ്ങളം. സെറ്റ് പരീക്ഷയുടെ പേപ്പർ 1 കറന്റ് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ഏതാനും ചോദ്യങ്ങൾ കൂടെ നമുക്ക് പരിചയപ്പെടാം. മുൻവർഷ ചോദ്യങ്ങൾ കുറച്ച് കൃത്യമായിട്ട് പരിചയപ്പെട്ടാൽ മാത്രമേ എവിടെ നിന്നാണ് ചോദ്യങ്ങൾ വരാറുള്ളതെന്ന് മനസ്സിലാവുകയുള്ളൂ. അത്തരം ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെഫറൻസ് ടു ഇന്റർനാഷണൽ ഡേ ഓഫ് വേൾഡ് ഇൻഡിജിനസ് പീപ്പിൾ എന്നൊരു ചോദ്യമുണ്ട്. ഇന്റർനാഷണൽ ഡേ ഓഫ് വേൾഡ് ഇൻഡിജിനസ് പീപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് സാധാരണ അതിൽ 4 ഓപ്ഷൻസ് ഉണ്ട്. 4 ഓപ്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലാണ് ആ ചോദ്യമുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡേ എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്. ഡേ എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഉദാഹരണം ഡിസംബർ 1 വേൾഡ് എയ്ഡ്സ് ഡേ ആണ്. അതുപോലെ ഡിസംബർ 2 എന്ന് പറയുന്ന നാഷണൽ പൊല്യൂഷൻ കൺട്രോൾ ഡേ ആണ്. ഓരോ ഡേയുടെയും പ്രധാനപ്പെട്ട തീം എന്ത് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. എയ്ഡ്സ് ഡേയുടെ 2024 തീം എന്ന് പറയുന്നത് ടേക്ക് ദ റൈറ്റ് പാത്ത് എന്ന് പറയുന്നതാണ്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡേയുടെയൊക്കെ തീമും കൂടെ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പഠിച്ചു വെക്കുന്നത് ഏറ്റവും ഉപകാരപ്രദമായിരിക്കും. ഒരു ചോദ്യം ഇവിടെ നോക്കാം. ആസ് പെർ മലയാളം കലണ്ടർ ദ ഗ്രിഗോറിയൻ കലണ്ടർ ഇയർ 2024 ഈസ്. ഇത്തരത്തിലുള്ള ചോദ്യം കഴിഞ്ഞ 13 വർഷത്തിനിടയിൽ 8 ചോദ്യങ്ങൾ നിങ്ങൾക്ക് മുൻവർഷ ചോദ്യങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും. അപ്പം ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം കൊല്ലവർഷം ഇതെങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. കൊല്ലവർഷം ആരംഭിച്ചത് 825 ഇപ്പം നിലവിലുള്ള സമകാലികമായിട്ടുള്ള വർഷത്തിൽ നിന്നും 825 കുറച്ച് കഴിഞ്ഞാൽ അതിനുത്തരം കിട്ടും. അതാണ് ഇത് കണ്ടുപിടിക്കാനുള്ള മാർഗം. ഇതേപോലെ ഹിജ്റ ഇയർ ചോദിക്കാറുണ്ട്, ഗുപ്ത ഇയർ ചോദിക്കാറുണ്ട്. കഴിഞ്ഞ 2 തവണയുള്ള പരീക്ഷകൾക്ക് ചോദിച്ചത് ഈ പറയുന്ന ഗ്രിഗോറിയൻ കലണ്ടറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. അങ്ങനെയുള്ള ചോദ്യങ്ങളും കാണാറുണ്ട്. മറ്റൊരു ചോദ്യം നോക്കാം. ദ 3 cities in India which have യുനെസ്കോ ഗ്ലോബൽ നെറ്റ്വർക്ക് ഓഫ് ലേണിംഗ് സിറ്റീസ് ഇൻ 2022. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് നെറ്റ്വർക്ക് അല്ല, ഗ്ലോബൽ നെറ്റ്വർക്ക് ഓഫ് ലേണിംഗ് സിറ്റീസ് എന്ന് പറയുന്ന ലിസ്റ്റിൽ ഇടം ലഭിച്ചിട്ടുള്ള ഇന്ത്യൻ സിറ്റീസുകൾ ഏതെല്ലാം എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ അതിൽ തൃശ്ശൂർ, നിലമ്പൂർ, വാറങ്കൽ, റാംബ തുടങ്ങിയ ചോദ്യങ്ങളുണ്ട്. അതായത് യുനെസ്കോയുമായി ബന്ധപ്പെട്ടുള്ള കറണ്ട് അഫയേഴ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. യുനെസ്കോയുടെ ഹെറിറ്റേജ് സൈറ്റ്സ് എന്ന് പറയുന്നത് 43 സൈറ്റുകൾ ഇന്ത്യയിലുണ്ട്. അതിൽ ഏറ്റവും അവസാനം വന്ന സൈറ്റൊക്കെ കറണ്ടായിട്ട് വരുന്നതാണ്. മൊയ്ദാംസ് എന്ന് പറയുന്ന ആസാമിലെ അഹോം ഡൈനാസ്റ്റിയുടെ ഒരു ബറിയൽ സൈറ്റാണ് അവസാനമായി ഇടം പിടിച്ചിട്ടുള്ളത്. 1983 താജ്മഹലും ആഗ്ര ഫോർട്ടും എല്ലോറ കേവ്സും അജന്ത കേവ്സും ഒക്കെ ഈ പറയുന്ന 43 ഹെറിറ്റേജ് സൈറ്റ്സിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വാർത്തകളും വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഓർത്തു വെക്കാം. നമുക്കൊരു ചോദ്യം കൂടെ നോക്കാം. ദി പ്രസന്റ് ഡയറക്ടർ ഓഫ് NCERT എന്ന് പറയുന്ന ഒരു ചോദ്യമുണ്ട്. ഇപ്പോഴുള്ള NCERTയുടെ ഡയറക്ടർ ആരാണ്? സ്വാഭാവികമായിട്ടും നിലവിലുള്ള പ്രസിഡന്റ്, നിലവിലുള്ള വൈസ് പ്രസിഡന്റ്, ഏതെങ്കിലും സംസ്ഥാനത്തെ ഗവർണർമാർ, അതുപോലെ തന്നെ വേൾഡ് ബാങ്കിന്റെയും IFMന്റെയും തലപ്പത്തുള്ളത് ആര്? പുതുതായിട്ട് അമേരിക്കയിൽ പ്രസിഡന്റ് ഇലക്ഷനൊക്കെ നടന്നു. പുതിയ പ്രസിഡന്റായിട്ട് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു ഡൊണാൾഡ് ട്രംപ്. ആ ഡൊണാൾഡ് ട്രംപ് 2025 ജനുവരി 20 പുതുതായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഡൊണാൾഡ് ട്രംപിന് എതിരെ മത്സരിച്ചത് ആര്? കമല ഹാരിസ് ആയിരുന്നു. ഡൊണാൾഡ് ട്രംപിന് എത്ര ശതമാനം വോട്ട് ലഭിച്ചു, അതുപോലെ കമല ഹാരിസിന് എത്ര ശതമാനം വോട്ട് ലഭിച്ചു എന്നുള്ളതെല്ലാം പ്രധാനപ്പെട്ടതാണ്. അതുപോലെ ഇരുവരുടെയും പാർട്ടി ഏത് എന്നുള്ളതെല്ലാം പരിശോധിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ വാർത്ത വായിക്കുമ്പോൾ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. ഈ പരീക്ഷയെ നമ്മൾ പിടിച്ചെടുക്കുക എന്ന് പറയുന്നത്. സെറ്റ് പരീക്ഷയിലെ കറന്റ് അഫയേഴ്സ് വിഭാഗത്തിലെ മുൻകാല ചോദ്യോത്തരങ്ങൾ വിശദമാക്കിയത് ഫിറോസ് പെരിങ്ങളം. ഈ പരീക്ഷയുടെ ജനറൽ പേപ്പറിന്റെ തന്നെ ഭാഗമായ ജനറൽ സ്റ്റഡീസ് വിഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾക്കായി എങ്ങനെ തയ്യാറെടുക്കാമെന്ന് അടുത്ത എക്സാം ക്യാപ്സ്യൂളിൽ കേൾക്കാം. എക്സാം കാപ്സ്യൂൾ.